ഓം ശാന്തി. അപ്പം ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചു അല്ലേ? ഈ ജന്മാഷ്ടമി എന്ന് പറയുമല്ലോ, നമ്മൾ ജന്മാഷ്ടമി ആഘോഷിക്കുന്നുണ്ട്. ആരുടെ ജന്മാഷ്ടമിയാണ്? ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമിയാണ് അല്ലേ? ആ ദിവസം എത്ര സന്തോഷമായിട്ടാണ് കുട്ടികളെ ശ്രീകൃഷ്ണനാക്കുന്നതും ആ വേഷമെല്ലാം കെട്ടിക്കുന്നതെല്ലാം. പിന്നെ ശ്രീകൃഷ്ണൻ ജനിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും സന്തോഷം? കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ശ്രീകൃഷ്ണൻ എന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ ഫസ്റ്റത്തെ പ്രിൻസാണ്. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഫസ്റ്റത്തെ രാജകുമാരനാണ് ശ്രീകൃഷ്ണൻ. നമ്മൾ കേട്ടിട്ടില്ലേ, ഭാരതം ഒരിക്കൽ സമ്പൽ സമൃദ്ധമായിരുന്നു, ദേവീ ദേവതകളുടെ രാജ്യമായിരുന്നു, സ്വർണപക്ഷിയായിരുന്നു. അപ്പം ഇത്രയും സമ്പൽ സമൃദ്ധമായ ഭാരതത്തിലെ ഫസ്റ്റത്തെ പ്രിൻസാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ സന്തോഷം ഉണ്ടാവും. അതായത് കലിയുഗം സത്യുഗമാകുമ്പോൾ, അതായത് അയേൺ ഏജായ കലിയുഗം ഗോൾഡൻ ഏജായ സത്യുഗമാകുമ്പോൾ ആദ്യത്തെ പ്രിൻസായിട്ട് വരുന്നത് നമ്മുടെ ശ്രീകൃഷ്ണനാണ്. അപ്പം എല്ലാവർക്കും ഇത്രയും സന്തോഷം ഉണ്ടായിരിക്കണമല്ലോ. ഇനി കാണിക്കുന്നത് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് അന്ധകാരത്തിലാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണല്ലോ, ഇരുട്ടല്ലേ, ജയിലിൻ്റെ ഉള്ളിലല്ലേ ജനിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോൾ ജയിലിൻ്റെ വാതിലുകളെല്ലാം എന്ത് ചെയ്യാണ്? തുറക്കുകയാണ് അല്ലേ? അങ്ങനെ തുറക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ശരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അജ്ഞാനത്തിൽ എന്ന് പറഞ്ഞാൽ അജ്ഞാനമാകുന്ന ഇരുട്ട്, അതായത് കലിയുഗമാകുന്ന ഇരുട്ടിലാണ് സ്വയം ഭഗവാൻ വന്ന് നമുക്ക് ഈശ്വരീയ ജ്ഞാനമൊക്കെ തന്ന് നമ്മളെ ദൈവിക ഗുണങ്ങളുള്ള ഒരാളാക്കി മാറ്റുന്നത്. അപ്പോൾ ദൈവിക ഗുണങ്ങളിൽ നമ്പർ 1 ആണ് നമ്മുടെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണൻ ദൈവിക ഗുണങ്ങളിൽ നമ്പർ 1 ആണ്. അത്രയും ഗുണങ്ങൾ നമ്മുടെ ശ്രീകൃഷ്ണന് ഉണ്ട്. അപ്പം അത്രയും സന്തോഷവും നമുക്ക് വേണമല്ലോ തീർച്ചയായിട്ടും. ഇനി ജയിലിൻ്റെ വാതിലുകൾ തുറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ആ അജ്ഞാനത്തിൻ്റെ വാതിലാണ് തുറക്കുന്നത്. അറിവില്ലായ്മ ഇല്ലാതാവുകയാണ് ശരിക്കും. പറയില്ലേ നമ്മളിൽ ദൈവിക ഗുണങ്ങളും ശക്തികളും വരുമ്പോൾ നമ്മുടെ അജ്ഞാനം ഇല്ലാതാവുകയാണ്. അതാണ് അങ്ങനെ പറയുന്നതിൻ്റെ കാരണം. അതേപോലെ പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, ആലിലയിൽ കൃഷ്ണൻ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുകുന്നതായിട്ടൊക്കെ അല്ലേ? നമ്മൾ പറയില്ലേ, ആലില പോലെയുള്ള ഭാരതം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിലാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ വരുന്നത്. ഭാരതത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ വരവുണ്ടാകുന്നത്. അതിനെയാണ് സത്യയുഗം എന്ന് പറയുന്നത്. സത്യയുഗത്തിലാണല്ലോ ശ്രീകൃഷ്ണൻ വരുന്നത്. അപ്പം അതിൻ്റെ ഓർമ്മയാണ്, കൃഷ്ണൻ സത്യയുഗത്തിൽ ജനിച്ചതിൻ്റെ ഓർമ്മയാണ് നമ്മളിപ്പോൾ ജന്മാഷ്ടമി എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നത്. ശരിക്കും അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. തീർച്ചയായിട്ടും ഇത്രയും മനോഹരമായ ഒരു ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനിയാണെങ്കിലോ നമ്മുടെ കൃഷ്ണനെക്കുറിച്ച് എന്താ പറയുന്നത്? വെണ്ണ കട്ടു എന്നൊക്കെ പറയും അല്ലേ? വെണ്ണ കട്ട ആളാണ്, വെണ്ണ മോഷ്ടിക്കുന്ന ആളാണെന്നൊക്കെ പറയും. നമ്മൾ ചിന്തിക്കേണ്ടത് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു പ്രിൻസാണ്. അപ്പോൾ ശ്രീകൃഷ്ണനെ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, വെണ്ണ കക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? വെണ്ണ മോഷ്ടിച്ച് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. കൃഷ്ണനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൃഷ്ണൻ ആര് ചോദിച്ചാലും അല്ലേ വെണ്ണ കൊടുക്കുമല്ലോ. എല്ലാവരും കൃഷ്ണന് വെണ്ണ കൊടുക്കും. പിന്നെ എന്തിനും മോഷ്ടിക്കണം? ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ദിവസമേ കുട്ടികൾക്കൊക്കെ വെണ്ണ കൊടുക്കണം കണ്ടിട്ടില്ലേ? ചില അമ്പലങ്ങളിലൊക്കെ അങ്ങനെ അവിടെ വരുന്ന കൃഷ്ണൻ്റെ വേഷം കെട്ടിയ കുട്ടികൾക്കൊക്കെ വെണ്ണ ഇങ്ങനെ അവരുടെ നാവിൽ വെച്ച് കൊടുക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ
അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്വയം ഭഗവാൻ ഈ ഭൂമിയിൽ വന്നിട്ട് ജ്ഞാനമാകുന്ന വെണ്ണയാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. അറിവാകുന്ന വെണ്ണയാണ്, ജ്ഞാനമാകുന്ന വെണ്ണയാണ് ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, ദിവസവും വെണ്ണ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നല്ലേ പറയാം. അപ്പോൾ ഭഗവാൻ നമുക്ക് ദിവസവും ജ്ഞാനമാകുന്ന വെണ്ണയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. വെണ്ണ കഴിച്ചാൽ ആരോഗ്യം വരും. അതിനർത്ഥം എന്താണ്? ദിവസവും ആരാണോ ഈശ്വരീയ ജ്ഞാനമാകുന്ന വെണ്ണ കഴിക്കുന്നത് അവർ വളരെ ഹെൽത്തി ആയിരിക്കും അല്ലേ. മാനസികമായിട്ട് അവർ വളരെ ആരോഗ്യമുള്ളവരായിട്ടിരിക്കും. അപ്പം അതായത് അവരിൽ ദൈവിക ശക്തികളും ഗുണങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അതാണ് ആത്മാവിൻ്റെ എനർജി എന്ന് പറയുന്നത്. ദൈവിക ശക്തികളെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാ സാഹചര്യത്തിനും ശാന്തമായിട്ടിരിക്കാനും സ്നേഹത്തോടെ ഇരിക്കാനും സന്തോഷമായിട്ടിരിക്കാനും എല്ലാം അവർക്ക് സാധിക്കും. അതാണ് അവിടെ അങ്ങനെ വരുന്നത് അല്ലേ. അതാണ് വെണ്ണ കട്ടു എന്ന് പറയുന്നത്. പിന്നെയോ വെണ്ണ കട്ടു എന്ന് പറയുന്നു മാത്രമല്ല, ഗോപികമാരുടെ കുടം ഉണ്ടല്ലോ, ഈ കുടങ്ങളിലാണല്ലോ ഇങ്ങനെ വെണ്ണയൊക്കെ കൊണ്ടുപോവാറ് അല്ലേ. വെണ്ണയും തൈരും ഒക്കെ പാലൊക്കെ കൊണ്ടുപോകുന്നത് കുടങ്ങളിൽ കണ്ടിട്ടില്ലേ നമ്മൾ. എന്നിട്ട് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യും? പുറകിൽ നിന്നൊരു കല്ലെടുത്ത് ഇങ്ങനെ എറിഞ്ഞിട്ട് അതിൽ ഹോളുണ്ടാക്കും. അപ്പോഴാണല്ലോ അത് പുറത്തേക്ക് വരുന്നത് അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കുടം പൊട്ടിച്ചിട്ടാണ് കൃഷ്ണൻ എപ്പോഴും വെണ്ണ കഴിക്കുന്നതായിട്ട് കാണിക്കുന്നത് അല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരമാകുന്ന കുടം പൊട്ടിക്കണം. അഹങ്കാരമാകുന്ന അല്ലെങ്കിൽ ദേഹാഭിമാനമാകുന്ന കുടം പൊട്ടിക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് വരും? വെണ്ണ വരും. അതിനർത്ഥം എന്താ? അറിവ്. ജ്ഞാനമാകുന്ന വെണ്ണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ അഹങ്കാരമാകുന്ന കുടത്തെ പൊട്ടിക്കും. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു കുടം പോലെയാണത് അല്ലേ. അതായത് എൻ്റെ പേര്, എൻ്റെ പ്രശസ്തി, എൻ്റെ അഭിമാനം, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് കുറേ പഠിപ്പുണ്ട്, ഡിഗ്രിയുണ്ട്, എനിക്ക് പദവിയുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ എല്ലാവർക്കും. അതിനെ നമ്മൾ പൊട്ടിക്കണം. അതാണ് അവിടെ വെണ്ണ കട്ടു എന്നും കുടം പൊട്ടിച്ചിട്ട് അല്ലേ, കുടം പൊട്ടിച്ചു അങ്ങനെയൊക്കെ പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ശ്രീകൃഷ്ണൻ ഗോപസ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിച്ചു പറയും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഗോപസ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? കൃഷ്ണനെ ചോദിച്ചാൽ കൊടുക്കില്ലേ? അതിനർത്ഥം ഇനി കൃഷ്ണൻ ഗോപസ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിച്ചാലും എല്ലാവർക്കും കൃഷ്ണനോട് ഭയങ്കര സ്നേഹമാണ്. എന്തെല്ലാം കുസൃതികൾ കാണിച്ചു എന്ന് പറയുന്നു കൃഷ്ണനെ കുറിച്ച്. പക്ഷേ കൃഷ്ണനോട് ആർക്കെങ്കിലും വല്ല വിരോധമോ വൈരാഗ്യമോ വെറുപ്പോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ടും പിന്നെയും കൃഷ്ണനോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ വസ്ത്രം മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഈ കലിയുഗത്തിൻ്റെ അവസാന സമയത്ത് സ്വയം ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചിട്ട് ദേഹാഭിമാനം എന്ന ഡ്രസ്സിനെ മാറ്റാം. അതായത് ഈശ്വരീയ ജ്ഞാനം നമുക്ക് തരികയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ കേവലം ഈ ശരീരം മാത്രമല്ല, നമ്മളെല്ലാവരും ആത്മാക്കളാണ്. ആത്മാവ് ഇവിടെയാണ് ഇരിക്കുന്നത്, ഇരുപുരികങ്ങൾക്ക് മധ്യത്തിലാണ് ആത്മാവ് ഇരിക്കുന്നത്. ആത്മാവാണ് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന എനർജി. അപ്പം ആത്മാവാണ് എന്ന ബോധം നമ്മളിൽ ഉണ്ടാക്കി തന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മളുടെ ദേഹാഭിമാനത്തെയാണ് ഭഗവാൻ മോഷ്ടിക്കുന്നത്. ദേഹാഹങ്കാരം എന്നൊക്കെ പറയില്ലേ, ആ ദേഹാഭിമാനത്തെ ഇല്ലാതാക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കഥയിൽ പറയുന്നത് പോലെ യഥാർത്ഥ വസ്ത്രമല്ല മോഷ്ടിച്ചത്, പകരം ദേഹാഭിമാനമാകുന്ന അല്ലെങ്കിൽ ഞാൻ എന്ന അഹങ്കാരത്തെ ഭഗവാൻ ഇല്ലാതാക്കണം. അപ്പം ഞാൻ എന്ന ആ ഭാവത്തെയാണ് മാറ്റിയത്. ദേഹാഹങ്കാരത്തെയാണ് ഭഗവാൻ മോഷ്ടിച്ചു എന്ന് പറയണേ. അല്ലാതെ
കൃഷ്ണനിപ്പോൾ ഗോപഗോപികമാരുടെ വസ്ത്രത്തിൻ്റെ ആവശ്യമൊന്നും ശരിക്കും പറഞ്ഞുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കണം അല്ലേ? ശ്രീകൃഷ്ണന് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആവശ്യമില്ല ശരിക്കും. അങ്ങനെയാണല്ലോ. പിന്നെ നമ്മുടെ കൃഷ്ണനെ കുറിച്ച് എന്താ പറയുന്നത്? 5 തലയുള്ള പാമ്പിൻ്റെ മുകളിൽ നിന്ന് ഡാൻസ് ചെയ്തു. ചെറിയ കുട്ടിയായിട്ടല്ലേ കാണിക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കണം, ഇത്രയും ചെറിയ കുട്ടി പാമ്പിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെ ഡാൻസ് ചെയ്യാനാണ്? യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കാമം, ക്രോധം, മോഹം, ലോഭം, അഹങ്കാരം 5 തലയുള്ള സർപ്പത്തിൻ്റെ മുകളിലാണ് ഡാൻസ് ചെയ്തത്. അതായത് ഈ പഞ്ചവികാരങ്ങളെ വിജയിച്ച ആളാണ്. കാമക്രോധ മോഹലോഭ അഹങ്കാരം, ഈ ദുസ്വഭാവങ്ങളെ, ദുർവികാരങ്ങളെ, ദുർഗുണങ്ങളെ ജയിച്ച ആളാണ്. അങ്ങനെ ജയിച്ചതിൻ്റെ അടയാളമായിട്ടാണ് പാമ്പിൻ്റെ മുകളിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? 5 തലയുള്ള പാമ്പുണ്ടോ? അങ്ങനെ ഒരു പാമ്പില്ല അല്ലേ? അപ്പം തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ചവികാരങ്ങളിൽ വിജയം നേടിയ ആളാണ് ശ്രീകൃഷ്ണൻ. അതുകൊണ്ടാണ് ഇത്രയും കൃഷ്ണന് പൂജ കിട്ടുന്നുണ്ട് അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കും, എത്ര പൂജയാണ് നമ്മുടെ കൃഷ്ണന് കിട്ടുന്നത്. ഇനിയാണെങ്കിൽ എന്താ, ഗോവർദ്ധന പർവ്വതം ഉയർത്തിയത്രേ, ഒരു വിരൽ കൊണ്ട് ഉയർത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും അവിടെ വന്ന് അല്ലെ, മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മൾ കഥയിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് പേര് ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ചുവട്ടിൽ ഒന്ന് നിന്നു. അപ്പോൾ നോക്കുമ്പോൾ എന്താ, കൃഷ്ണൻ ഒരു വിരലാണ്, ഇങ്ങനെ ഒരു വിരലിലാണ് ആ പർവ്വതം നിർത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്, ഒരു വിരലിൽ ഒരിക്കലും ഗോവർദ്ധന പർവ്വതത്തെ ഒന്നും നിർത്താൻ പറ്റില്ല. അത് വലിയൊരു സത്യം. അതേപോലെ എന്നിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് എല്ലാവരും എന്ത് ചെയ്തു ഇത്രേ, അവരവരുടെ ഓരോ വിരലുകൾ കൊടുക്കുകയാണ്. അപ്പം അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് എത്ര വലിയ കാര്യമാണെങ്കിലും ഓരോരുത്തരുടെ ഓരോ വിരൽ സഹയോഗം കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? എത്ര വലിയ കാര്യവും നമുക്ക് നടത്താൻ പറ്റും. അതായത് ഓരോരുത്തരുടെ ഒരു വിരൽ സഹയോഗത്തിലൂടെയാണ് ഭഗവാൻ എല്ലാം ചെയ്തത്. അതാണ് ഭഗവാന്റെ കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളും എന്ത് ചെയ്യാണ്? ഈശ്വരീയമായ കാര്യത്തിൽ ഒരു വിരൽ സഹയോഗം കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഒരു വിരൽ സഹയോഗമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനിയാണെങ്കിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ യുദ്ധത്തിനെ കുറിച്ച് പറയും അല്ലേ? പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം ചെയ്തു, പാണ്ഡവർ ജയിച്ചു, കൗരവർ തോറ്റു എന്നൊക്കെ പറയും. പാണ്ഡവർ 5 പേരേ ഉള്ളൂ, കൗരവരാണെങ്കിൽ 101 പേര് കാണിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ എന്നിട്ടും ജയിച്ചതാരാണ്? പാണ്ഡവരാണ്. എന്തുകൊണ്ടാണ് പാണ്ഡവർ ജയിച്ചത്? പാണ്ഡവരുടെ കൂടെ ആരുണ്ടായിരുന്നു? ഭഗവാൻ ഉണ്ടായിരുന്നു എന്നാ പറയണേ. അതുകൊണ്ടാണല്ലോ കൗരവരന്മാരിലെ ദുര്യോധനനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആയുധബലം വേണോ അതോ ഭഗവാനെ വേണോ എന്ന് ചോദിച്ചു. അപ്പം ദുര്യോധനൻ എന്താ പറഞ്ഞത്? എനിക്ക് ആയുധം മതി, ആയുധബലമാണ് വേണ്ടത്, കൃഷ്ണനെ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താ, കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദുര്യോധനൻ വിചാരിച്ചു, യുദ്ധം ചെയ്യാത്ത കൃഷ്ണനെ കിട്ടിയിട്ട് എന്ത് കാര്യം, ഒരായുധം പോലും കയ്യിലെടുക്കാത്ത ഭഗവാനെ കിട്ടിയിട്ട് എന്ത് കാര്യമെന്ന് ദുര്യോധനൻ വിചാരിച്ചു. എന്നിട്ട് ആയുധബലമാണ് എടുത്തത് അല്ലേ? അതായത് നമ്മളിവിടെ പാണ്ഡവരായിട്ട് മാറാം. നമ്മൾ കുറേ എന്താ പറയുക, ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി കുറേ ദേഷ്യപ്പെട്ടിട്ടോ, കുറേ വെറുപ്പ് കാണിച്ചിട്ടോ, അല്ലെങ്കിൽ കുറേ അഹങ്കരിച്ചിട്ടോ, പക പോക്കിയിട്ടോ, അങ്ങനെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറാൻ പറ്റില്ല. ഒന്നിനെയും നമുക്ക് ജയിക്കാനും പറ്റില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാണ്ഡവരെന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഈശ്വരീയമായ കാര്യങ്ങളിലൂടെ, ഭഗവാന്റെ ഉപദേശത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യുദ്ധം ചെയ്യുന്നത്. ഭൗതികത്തിൽ ഒരുപാട് ആയുധങ്ങൾ കൊണ്ടാണല്ലോ യുദ്ധം ചെയ്യുന്നതായി കാണിക്കുന്നത്.
പക്ഷേ യഥാർത്ഥത്തിൽ ഭൗതികത്തിലെ ആയുധങ്ങളല്ല നമുക്ക് വേണ്ടത്. നമ്മളിവിടെ യുദ്ധം ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണെന്നറിയോ? ജ്ഞാനമാകുന്ന വാളുപയോഗിച്ചിട്ട്. ജ്ഞാനമാണ് നമ്മുടെ ആയുധം. അതേപോലെ ഭഗവാന്റെ ഓർമ്മ, അതായത് ജ്ഞാനയോഗമാകുന്ന വാൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൗരവരും പാണ്ഡവരും എന്ന് പറഞ്ഞാൽ എന്താ? ദൈവിക ഗുണങ്ങളും ആസുരീയ ഗുണങ്ങളും. അങ്ങനെ ഈശ്വരനെ ഓർമ്മിച്ച് എന്ത് ചെയ്യാണ്? കൗരവരെ പാണ്ഡവർ ജയിക്കുക. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ? ഇനിയാണെങ്കിലോ നമ്മുടെ കൃഷ്ണനെ കുറിച്ച് എന്താ പറയുന്നേ? അതിലൊരു വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അർജുനൻ കൃഷ്ണനോട് പറയാണ്, എനിക്ക് വേണ്ട ഭഗവാനെ, ഇത്രയും ഈ കാണുന്നതെല്ലാം എൻ്റെ ബന്ധുമിത്രാദികളാണ്, അവരെ കൊന്നുകൊണ്ട് എനിക്ക് ഒരു രാജ്യവും വേണ്ട. അവരെ കൊന്നാലല്ലേ എനിക്ക് രാജ്യം കിട്ടുള്ളൂ. എനിക്ക് അവരെ കൊന്നിട്ടുള്ള ഒരു രാജ്യവും വേണ്ട ഭഗവാനേ എന്നാണ് പറഞ്ഞത്. പക്ഷേ അർജുനന് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല, യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം യുദ്ധം ചെയ്യാത്ത അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചതാരാണ്? നമ്മുടെ കൃഷ്ണനാണ്. അപ്പം കൃഷ്ണൻ കുറ്റക്കാരനല്ലേ? തെറ്റുകാരനാ കൃഷ്ണൻ. കൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ലേ? പ്രേരണ കുറ്റം ശ്രീകൃഷ്ണന്റെ മേൽ ചുമത്താം. പ്രേരണ കുറ്റം. അർജുനൻ വേണ്ടാന്ന്, യുദ്ധം ചെയ്യണ്ട, ഇവിടെ രക്തക്കളം ഒഴുക്കണ്ട എന്ന് പറഞ്ഞിട്ടും കൃഷ്ണൻ ഇങ്ങനെ ഉപദേശിച്ച് യുദ്ധം ചെയ്യിപ്പിച്ചു. അത് മാത്രമല്ല, യുദ്ധം കഴിഞ്ഞിട്ട് യുദ്ധക്കളത്തിലേക്ക് ആര് വരും? ധൃതരാഷ്ട്രമൊക്കെ വരുന്നൊരു സീനുണ്ട് അല്ലേ? ഗാന്ധാരിയും ധൃതരാഷ്ട്രമൊക്കെ. എന്നിട്ട് ആ യുദ്ധക്കളം മുഴുവൻ ഡെഡ് ബോഡികൾ കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. അത് കാണുമ്പോൾ ഗാന്ധാരിക്ക് ഒരുപാട് കരച്ചിൽ വരികയാണ്. മക്കളെല്ലാം ചിന്ന ഭിന്നമായിട്ട് കിടക്കുകയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ധർമ്മയുദ്ധമാണത്രേ പാണ്ഡവരും കൗരവരും തമ്മിൽ ചെയ്തത്. ധർമ്മയുദ്ധമാണെങ്കിൽ അവിടെ ഉണ്ടാവാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. കൊല്ലുന്നതിന് ധർമ്മം എന്ന് പറയില്ലല്ലോ. അപ്പം അവിടെ കാണിക്കുന്നത് അധർമ്മയുദ്ധമാണ്. ധർമ്മയുദ്ധം അല്ല അവിടെ കാണിക്കുന്നത്, അധർമ്മയുദ്ധമാണ്. ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഉള്ളിലാണ് കൗരവരും പാണ്ഡവരും ഉള്ളത്. നമ്മുടെ ഉള്ളിലാണ് ദേവതാ സ്വഭാവങ്ങളും അതേപോലെ ആസുരീയ സ്വഭാവങ്ങളും ഉള്ളത്. ഇത് രണ്ടും ചേർത്തിട്ടാണ് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും അവരോട് സ്നേഹത്തോടെ പെരുമാറണം. പക്ഷെ സാഹചര്യം വന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അപ്പം ഞാൻ ആഗ്രഹിച്ചതൊന്നും ചെയ്തത് വേറൊന്നും. അപ്പം അവിടെ യുദ്ധം നടക്കായിരുന്നു. പക്ഷെ ആ യുദ്ധത്തിൽ ഞാൻ തോറ്റു. അതുകൊണ്ടാണ് എനിക്ക് സ്നേഹത്തോടെ പെരുമാറണമെന്ന് വിചാരിച്ചിട്ടും എനിക്ക് ദേഷ്യം വന്നത്. അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളിലാണ് യുദ്ധം നടക്കുന്നത്. അല്ലാതെ ഒരു മൈതാനത്ത് ഒരു ഭാഗത്ത് പാണ്ഡവരും ഒരു ഭാഗത്ത് കൗരവരും നിന്നുകൊണ്ട് യുദ്ധം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു യുദ്ധം അസംഭവ്യമാണ്. സംഭവം അല്ല, സംഭവിക്കാത്ത കാര്യമാണ്, സംഭവിക്കാൻ പറ്റാത്ത കാര്യമാണ്. മഹിമ നോക്കുമ്പോൾ, കൃഷ്ണന്റെ മഹിമ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ ഒരിക്കലും ഒരാളെ കൊല്ലാനോ അങ്ങനെ ഒന്നുമുള്ള കാര്യങ്ങൾ കൃഷ്ണന് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്? ശ്രീകൃഷ്ണൻ്റെ കഥകളിൽ വരുന്നത് എന്തൊക്കെയാണ് അല്ലേ? കൃഷ്ണൻ്റെ കഥകളിൽ ഒരുപാട് വരുന്നത് അതുകൊണ്ടാണ്. ഇനിയാണെങ്കിൽ അപ്പം നമ്മുടെ യുദ്ധം, മഹാഭാരത യുദ്ധത്തിൽ ഉപദേശം ഭഗവാൻ അർജുനന് കൊടുക്കുകയാണ്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമാത്മാവിനെ ഓർമ്മിക്കൂ എന്ന ഒരു ഉപദേശമാണ് ഈ സമയത്ത് ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ് എന്ന ഭാവനയോടെ നമുക്ക് കാണാൻ പറ്റണമെങ്കിൽ എല്ലാവരുടെ ശരീരത്തും ആത്മാവുണ്ട്. എല്ലാവരുടെ ശരീരത്തിലും ആത്മാവിരിക്കുന്നത് ഇരുപുരികങ്ങൾക്കും മധ്യത്തിലാണ്.
ഹിന്ദു ധർമ്മത്തിൽപ്പെട്ടവരവിടെ തിലകം ചാർത്തുന്നു, ക്രിസ്ത്യൻ ധർമ്മത്തിൽപ്പെട്ടവരവിടെ കുരിശു വരയ്ക്കുന്നു, ഇസ്ലാം ധർമ്മത്തിൽപ്പെട്ടവർ നിസ്കരിക്കുമ്പോൾ നിലത്ത് നെറ്റിമുട്ടിക്കുന്നു. എല്ലാവരും ആ ഭാഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആത്മാക്കൾ എന്ത് ചെയ്യണം? നമ്മൾ ആത്മാക്കളാണ് ദൈവിക ഗുണങ്ങൾ നിറയ്ക്കേണ്ടത്. നമ്മൾ ആത്മാക്കൾ ദൈവിക ഗുണങ്ങളെല്ലാം നിറച്ച് ശ്രീകൃഷ്ണനെ പോലെ ആയിട്ട് നമുക്ക് മാറണം. ശ്രീകൃഷ്ണനെ പോലെ ആയിട്ട് നമ്മൾ മാറുകയാണെങ്കിലേ എന്താണ്? ദൈവിക ഗുണങ്ങളുള്ള ഒരു ദേവതയായിട്ട് നമുക്ക് മാറാൻ പറ്റും. നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. ലക്ഷ്മി നാരായണന് സമാനമായിട്ട് മാറുക. ലക്ഷ്മി നാരായണന് സമാനമായിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ആത്മാവിൽ ശക്തികളും ഗുണങ്ങളും എല്ലാം നിറയ്ക്കണം. നമ്മുടെ ആത്മാവിൽ ശക്തികളും ഗുണങ്ങളും നിറച്ചാൽ മാത്രമേ നമുക്കെല്ലാം മറികടക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ശരിക്കും പറഞ്ഞാൽ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് ശരിക്കും അല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊരു അല്ലേ എന്തില്ല, അങ്ങനെയൊരു യുദ്ധം നടന്നിട്ടില്ല. അപ്പം ഇത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഇനിയാണെങ്കിൽ ശ്രീകൃഷ്ണൻ എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ പ്രിൻസാണെന്ന് പറഞ്ഞു അല്ലേ? അതേപോലെ സത്യയുഗത്തിലെ ദൈവീക ഗുണങ്ങളിൽ സമ്പന്നനാണ്, ദേവതകളിൽ സമ്പന്നനാണ്. അപ്പം ദ്വാപരയുഗം മുതൽക്ക് ഭക്തിയൊക്കെ ആരംഭിച്ചു. സത്യയുഗവും ത്രേതായുഗവും കഴിഞ്ഞിട്ട് ദ്വാപരയുഗത്തിലെ മനുഷ്യരെ ശിവലിംഗ ആരാധന തുടങ്ങി. അതിനുശേഷം ശ്രീകൃഷ്ണനെ വെച്ച് പൂജ ചെയ്തു അല്ലേ? അങ്ങനെ ദേവീ ദേവതകളുടെ ശില്പങ്ങളൊക്കെ വെച്ചിട്ട് പൂജ ചെയ്യാൻ തുടങ്ങി. അതെല്ലാം ആദ്യം തുടങ്ങി വെച്ച ആൾ നമ്മുടെ കൃഷ്ണനാണ്. അതായത് കുറേ ജന്മങ്ങൾക്ക് ശേഷമാണ് കൃഷ്ണൻ വരുന്നത് ദ്വാപരയുഗത്തിൽ അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ വളരെ സന്തോഷമായിട്ടിരിക്കാനുള്ള ഒരു ദിനമാണ് അല്ലേ? അതായത് ഒരാൾ വളരെ ഉണർവോടെ ഉത്സാഹത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ ആ കാണുന്നവർക്കും കൂടെ ഉണർവും ഉത്സാഹവും വരണം. നമ്മളെ കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ഉണർവ് ഉത്സാഹമൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മളത്രയും പവർഫുൾ ആണെങ്കിൽ, നമ്മളത്രയും ശക്തിശാലിയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ അത് ഫീൽ ചെയ്യും അല്ലേ? അതാണ് ശരിക്കും ജന്മാഷ്ടമി. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു അട്രാക്ഷൻ വരുന്നുണ്ട് അല്ലേ? ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒരു അട്രാക്ഷൻ വരുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? കൃഷ്ണനിൽ അത്രയും ഗുണങ്ങളും ശക്തികളും ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ സത്യം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം, ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: നിങ്ങളും ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. അതായത് ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമാത്മാവിനെ ഓർമ്മിക്കുകയാണെങ്കിൽ നമുക്കും കൃഷ്ണനെ പോലെ ആയിട്ട് മാറാൻ പറ്റും. കൃഷ്ണനെ പോലെ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ ദൈവിക ഗുണങ്ങളെല്ലാം നമ്മളിൽ നിറയ്ക്കണം. ശ്രീകൃഷ്ണനിൽ എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടോ ആ ക്വാളിറ്റീസ് എല്ലാം നമ്മളിലും കൊണ്ടുവരണം. അപ്പം നമുക്ക് ഇന്ന് മുതൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ആ ഗുണങ്ങളെല്ലാം നമ്മളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമിക്കുക തന്നെ വേണം. ആ ഗുണങ്ങളെല്ലാം നമ്മളിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് എന്ത് ചെയ്യാം? പരിശ്രമിക്കാം. ഓക്കെ? അങ്ങനെ വേണം നമ്മൾ ജന്മാഷ്ടമി ആഘോഷിക്കാൻ. അങ്ങനെ എല്ലാവരും ഇന്ന് മുതൽ ഇന്നലെ ജന്മാഷ്ടമി ആയിരുന്നല്ലോ. അപ്പോൾ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് ഇന്ന് മുതൽ നമ്മൾ സങ്കല്പം വെക്കണം, എനിക്കും കൃഷ്ണനെ പോലെ ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട് മാറണം. അങ്ങനെ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിൽ വെക്കണം. ലക്ഷ്യം വെച്ചാൽ ലക്ഷണം ദിവസത്തുവേ കാണിക്കപ്പെടും.
ലക്ഷ്യം ഉണ്ടെങ്കിലല്ലേ ലക്ഷണം ഉണ്ടാവുള്ളൂ. അപ്പം ലക്ഷ്യം നമ്മൾ തീർച്ചയായിട്ടും വെക്കുക തന്നെ വേണം എന്ന് ഈശ്വരൻ നമ്മളോട് പറയുകയാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? അങ്ങനെ ഒരു ലക്ഷ്യം വെക്കുക തന്നെ ചെയ്യണം. ഓക്കെ. ഓം ശാന്തി.